ഇനി കണ്ണൂരിലേക്കാണ്. വീടിന് മുകളിൽ മരം വീണ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗൃഹനാഥൻ മരിച്ചു എന്നുള്ള വാർത്ത ഇന്ന് വന്നത് കണ്ണൂരിൽ നിന്നാണ്. കൂത്തുപറമ്പ് കോളയാട് തെറ്റുമൽ സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. അദ്ദേഹത്തിന് 78 വയസ്സായിരുന്നു പ്രായം. പഴയങ്ങാടി പാലക്കോട് അഴിമുഖത്ത് ശക്തമായ കാറ്റിൽ തോണി മറിഞ്ഞ് ഒരാളെ കാണാതാവുകയും ചെയ്തു. മണൽത്തിട്ടയിൽ ഫൈബർ ബോട്ടിടിച്ച് ഒരു മത്സ്യത്തൊഴിലാളിക്കും ദാരുണാന്ത്യം സംഭവിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയും കാറ്റും മഴക്കെടുതികളും അതിരൂക്ഷമാണ്. ഇന്നലെ രാത്രി മുതലാണ് ശക്തമായ കാറ്റ് പലയിടങ്ങളിലും നാശനഷ്ടം സൃഷ്ടിച്ചത്. പുലർച്ചെ 1:30 തന്നെ കൂത്തുപറമ്പ് കോളയാട് പെരുവ തെറ്റുമൽ എന്ന സ്ഥലത്താണ് അതിശക്തമായ കാറ്റ് വീശുകയും മരം പൊട്ടി വീണ് ഒരു വീടിന് മുകളിലേക്ക് പതിക്കുകയും ചെയ്തത്. ആ വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന ഗൃഹനാഥൻ ചന്ദ്രൻ എന്ന 78 വയസ്സ് പ്രായമുള്ള മനുഷ്യനാണ് ജീവൻ നഷ്ടമായത്. ഒപ്പം ആ വീട്ടിൽ മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു. അവർക്ക് ഭാഗ്യം കൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നതാണ് ആശ്വാസകരം. ഒപ്പം തന്നെ തൊട്ടടുത്ത് രതീഷ് എന്ന വ്യക്തിയുടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീടിന് മുകളിലേക്കും മരം പൊട്ടി വീണു. പക്ഷേ ആർക്കും പരിക്കൊന്നും സംഭവിച്ചില്ല. മാത്രമല്ല കനത്ത കാറ്റിൽ വ്യാപകമായി മരം പൊട്ടി വീഴുകയും വൈദ്യുതി പോസ്റ്റുകൾ തകരുകയും ചെയ്തു. അങ്ങനെ പലയിടങ്ങളിലും ഇന്ന് പുലർച്ചെ മുതൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീരദേശ മേഖലയിലും സമാനമായ സ്ഥിതിയാണ്. പഴയങ്ങാടി, ചൂട്ടാട്, പാലക്കോട് ബീച്ചിലും അഴിമുഖത്തും അപകടം സംഭവിച്ചു. അതായത് ഇന്നലെ രാത്രിയാണ് മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിഞ്ഞത്. കനത്ത കാറ്റിൽ പുഴയുടെ സമീപത്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്ന വള്ളം അത് അഴിമുഖത്തേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി. മറ്റൊരാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഇയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. അതേസമയം വൈകുന്നേരത്തോടുകൂടി മറ്റൊരു അപകടവും ഈ അഴിമുഖത്ത് സംഭവിച്ചു. ആ അപകടം എന്നത് മണൽത്തിട്ടയിൽ ഫൈബർ ബോട്ട് തട്ടിയാണ്. ആ അപകടത്തിൽ ഒരു മരണം സംഭവിച്ചു. ബോട്ടിലുണ്ടായിരുന്ന മറ്റ് 4 പേർ നീന്തി കരയ്ക്ക് കയറുകയാണ് ഉണ്ടായത്. അവരും അവശ നിലയിലായിരുന്നു. മാത്രമല്ല കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ ഇരിട്ടി, ഉളിക്കൽ അടക്കമുള്ള മേഖലയിൽ പലയിടങ്ങളിലും ടൗണുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആ രീതിയിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ശക്തമായ കാറ്റാണെങ്കിൽ ഇപ്പോൾ ശക്തമായ മഴയാണ് അല്പസമയം മുമ്പ് വരെയും കണ്ണൂർ ജില്ലയിൽ ലഭിക്കുന്നത്. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.